ഗൈസ്, അപ്പോൾ ആഫ്റ്റർ ലോങ് ടൈം ഞങ്ങൾ എല്ലാവരും കൂടെ ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരും മാത്രമല്ല, 2 പേരും കൂടെ ഉണ്ട്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇറങ്ങണം പറഞ്ഞെങ്കിലും ക്ലാസ്സും തിരക്കൊന്നായിട്ട് ഇറങ്ങാൻ പറ്റായില്ല. പിന്നെ ഇന്നത്തെ ദിവസം തന്നെ ചാടി പിടിച്ച് പുറപ്പെടാൻ കാരണമുണ്ട്. കാരണം 2 ആൾക്കാരെയും കൂടെ മീറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഓൾറെഡി അവിടെ ലുലുവിൽ, ഒരാൾ ലുലുവിലുണ്ട്, ഒരാൾക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും നേരെ ലുലുവിലേക്കാണ് ആദ്യം പോയത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഏട്ടൻ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായി. അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടതിന് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങൾ നേരെ കഴിക്കാൻ പോയി. രാവിലെ കഴിച്ചിട്ടുണ്ടായില്ല. കഴിച്ച് കുറച്ച് നേരം മതിയനൊക്കെ തന്നെ ചുറ്റിക്കറങ്ങി നടന്നു. ഇവർ പോവാൻ നേരത്തെ ഞാനും അഞ്ചും കൂടി വെൻഡിങ് മെഷീൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ടേ ഇങ്ങനെ എന്തെങ്കിലും ഫുൾ പ്ലാനിങ് ആണ്, എങ്ങനെ എടുക്കണം, കിട്ടുമോ. കുറേ നേരം ട്രൈ ചെയ്ത് 3ാമത്തെ ട്രൈയിൽ ഈ സാധനത്തിന് കിട്ടി. ഇതൊന്നും വെയിറ്റുള്ള സാധനം തീരെ പിടിക്കുന്നില്ല എന്നുകൊണ്ട് ഞങ്ങൾ കുറേ വേറെ ട്രൈ ചെയ്തത്. പിന്നെ ഇത് ട്രൈ ചെയ്തപ്പോൾ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ട്രൈ പിന്നെ എനിക്ക് കിട്ടിയില്ല. പിന്നെ അതിന് വേണ്ടി ഞങ്ങൾ നെക്സ്റ്റ് ട്രൈ തുടങ്ങി. ഇതിന് ഈ പട്ടിക്കുട്ടീനുണ്ടല്ലോ, രണ്ടാമത്തെ ട്രൈയിൽ കിട്ടി പട്ടിക്കുട്ടീനെ. പൊമ്മക്കുട്ടീനെ കിട്ടി, സന്തോഷമായി. ഞങ്ങളവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കണ്ടായിരുന്നു. പിന്നെ ഹാപ്പി ആയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാർ റേസിലോട്ട് കടന്നു. പിന്നത്തെ കാര്യം പറയാതിരിക്കണമെന്നല്ലേ. പിന്നെ മൊത്തത്തിൽ കഴിച്ചത് വരെ വിശന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഇട്ടി പിടിയായിരുന്നു. ഇടയിൽ പാവം ഏതോ 2 കുട്ടികളും കൂടെ വന്ന് പെട്ടിട്ടുണ്ടായി. പക്ഷേ മൊത്തത്തിൽ നൈസായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും കുറച്ച് നേരം കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങടെ ഇങ്ങോട്ട് തന്നെ അരങ്ങിയിരിങ്ങി നടന്നു. പിന്നെ ഞങ്ങൾ മറ്റേ ടോയ്സ് ഒക്കെ ചുമ്മാ നോക്കിയിടായിരുന്നു. ഷാർക്ക് കണ്ടു. പിന്നെ ലെൻസ് കാർട്ടിലൊക്കെ പോയി നോക്കി. ഇവന് ഏതോ ഒരെണ്ണം കണ്ടു വെച്ചിട്ടുണ്ടായത് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. പക്ഷെ ആ സാധനം കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം നോക്കിന്നല്ലാണ്ട് ഒന്നും എടുത്തിണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പത്തേക്കും ഒരാളും കൂടെ വരാണെന്ന് ആളെത്താനായിരുന്നു. പിന്നെ ഞങ്ങൾ പുള്ളീനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. ബൊമ്മേനൊക്കെ വെച്ച് കളിച്ച് കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചാ. പിന്നെ അപ്പത്തേക്കും എത്താനുള്ള ആളും കൂടെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈവനിങ് ജസ്റ്റ് മറൈൻ ഡ്രൈവിലൊക്കെ പോയി ജസ്റ്റ് കറങ്ങിയിട്ടാണ് റിട്ടേൺ പോയത്. അപ്പത്തേക്കും ഫോൺ ഡെഡ് ആയതുകൊണ്ട് എടുത്തിട്ടില്ല ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.